പാലക്കാട് പ്രചാരണം തീരാൻ ഇനി 2 നാൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട്ടേക്ക് എത്തും. രാവിലെ മേപ്പറമ്പിലും വൈകുന്നേരം മാത്തൂരും കൊടുന്തിരപ്പള്ളിയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ആത്മകഥാ പുസ്തക വിവാദത്തിൽ EP ജയരാജനെ പിന്തുണച്ച ശേഷം ആണ് മുഖ്യമന്ത്രിയുടെ വരവ്. ഇരട്ട വോട്ട് വിവാദവും പാലക്കാട്ട് തുടരുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടം തങ്ങളുടേതാക്കി മാറ്റാനുള്ള വലിയ ശ്രമത്തിലാണ് കോൺഗ്രസും BJPയും. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഏറ്റവും അധികം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് പാലക്കാടാണ്. അവിടെ ഡീലിൽ തുടങ്ങി EP ജയരാജന്റെ ആത്മകഥയിലൂടെ എത്തി ഇരട്ട വോട്ടിൽ അവസാനിക്കുന്ന തരത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയാണ് ശേഷിക്കുന്നത്. ഈ 2 ദിവസം എന്തിലാണ് മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അഭിലാഷ്, ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെയും അവരുടെ ഫോക്കസ് വയനാടിന്റെ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇന്ന് ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹവും ഇതേ വിഷയം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം പാലക്കാടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ BJPയുടെ നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കും. ഈ ദുരന്ത സഹായം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ കൂടി കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് രാവിലെ രാഹുൽ മാങ്കൂട്ടതുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. K സുധാകരനൊപ്പം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളും പാലക്കാട് ക്യാമ്പ് ചെയ്ത് ഈ അവസാന ദിവസങ്ങൾ അതിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി എന്ത് സംസാരിക്കും, എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുക, അതിന് മറ്റ് എന്തൊക്കെ വിഷയങ്ങളിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാകുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ചുള്ള മറുപടികളും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ ഈ പാലക്കാടൻ മണ്ണിൽ വരുന്ന 2 ദിവസം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നാളെയും മുഖ്യമന്ത്രിയുണ്ട്, പിന്നീട് കൊട്ടിക്കലാശ ദിവസമാണുള്ളത്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് മുന്നണികൾ അതിന്റെ അവസാന മണിക്കൂറുകൾ വലിയ ആവേശത്തിലാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്ന. ബൈക്ക് റാലികളും ഇന്ന് BJPയുടെ വനിതകളുടെ റോഡ് ഷോയും അങ്ങനെ UDFന്റെ ബൈക്ക് റാലി, അങ്ങനെ ഓരോ തരത്തിൽ ഇന്നലെ LDFന്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കൊട്ടിക്കലാശത്തിനൊരു തുടക്കം നേരത്തെ തന്നെ കുറിച്ചിരിക്കുകയാണ് പാലക്കാട്. അങ്ങനെ പാലക്കാട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. ഇനി 2 ദിവസം കൂടിയാണ് പരസ്യ പ്രചാരണത്തിനുള്ളൂ.